എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച അതാണ് ശരിയെന്ന് നിനക്ക് മനസ്സിലാവും. നിനക്ക് നല്ലൊരു ജീവിതം വേറെ കിട്ടും. എത്രയും വേഗം പിരിയുന്ന നല്ലത്. അല്ലാതെ വെറുതെ കൊണ്ടു നടന്ന് പരസ്പരം സഹിച്ച് എന്തിനാ അത്? ഞാൻ ഉപേക്ഷിച്ചാലും നിനക്ക് നല്ലൊരു ജീവിതം വേറെ കിട്ടും. എനിക്ക് ആ ജീവിതം വേണ്ടെങ്കിലോ? വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് വേറൊരു ജീവിതം വേണം. ഞാൻ ആഗ്രഹിച്ച ജീവിതം. ഞാൻ വേണമെങ്കിൽ ഏട്ടന്റെ കാല് പിടിക്കാം. എന്നെ ഉപേക്ഷിക്കാതിരുന്നൂടെ? ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങളാ. അത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ജോയിന്റ് പെറ്റീഷൻ അല്ലേ, കാരണമൊന്നും എഴുതിയിട്ടില്ല. യോജിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് പിരിയുന്നു, അത്രേ ഉള്ളൂ. അതാവുമ്പോൾ വാദവും തെളിവെടുപ്പും ഒന്നും വേണ്ട. ഒരു കൗൺസിലിംഗ് ഉണ്ടാവും. അപ്പോഴും പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. പിന്നെ മീഡിയേഷൻ, അത് കഴിഞ്ഞ ഡിവോഴ്സ്. എനിക്കിനി കാത്തിരിക്കാൻ പറ്റില്ല. എത്രയും വേഗം ഇതിൽ ഒപ്പിട്ടിട്ട് എന്റെ ആവശ്യം നടത്തി തരുന്നതാ നിനക്ക് നല്ലത്. ഒപ്പിട്ടില്ലെങ്കിൽ? നീ ഒപ്പിടും. ഒപ്പിട്ടില്ലെങ്കിൽ കോടതിയിൽ നിന്നെ ഞാൻ നാറ്റിക്കും. വെറുതെ എന്തിനാ അതിനൊക്കെ നിന്ന് തരുന്നത്? ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു സത്യം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. എത്ര ശ്രമിച്ചാലും നമ്മൾ തമ്മിൽ ഒരിക്കലും എടുക്കാൻ പോകുന്നില്ല. എനിക്ക് അടുപ്പോ? അത് നിനക്ക്, എനിക്കതില്ല. കൂടുതൽ സംസാരിച്ച് പ്രശ്നം വഷളാക്കണ്ട. ഒറ്റ സെക്കൻഡിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഇതെനിക്ക് ഒപ്പിട്ട് കിട്ടിയിരിക്കണം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യ്, അതാ നിനക്ക് നല്ലത്. ഞാൻ അന്നേ പറഞ്ഞല്ലേ ആ ജോയിന്റ് പെറ്റീഷൻ ഒപ്പിടാൻ. അപ്പ കേട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ നോട്ടീസ് കൈപ്പറ്റേണ്ട ഒരാവശ്യമില്ലായിരുന്നു. നോട്ടീസ് അല്ലേ, കോടതി ഉത്തരവൊന്നും അല്ലല്ലോ. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അന്നത്തെ പോലെ കേറിയൊന്നും കളഞ്ഞേക്കല്ലേ. ഇത് നിങ്ങളുടെ വക്കീലിന് വാദിക്കാൻ കൊടുക്കേണ്ടതാ. എന്നാലും നീലുമോൻ ഇത് ചെയ്തല്ലോന്ന് ഓർത്തപ്പോഴാ ചേച്ചി സങ്കടം. തടി കൂടിപ്പോയത് ഈ അപ്പിയരെ കുഴപ്പമാണോ? ഞാൻ മെലിഞ്ഞാലോ അമ്മ? നീ നടക്കുന്ന കാര്യം വല്ലതും പറ. മെലിയാൻ പോകുന്ന ഒരാളെ എടി, ആന മെലിഞ്ഞൊന്ന് നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അഥവാ അതിന് മെലിഞ്ഞാലും എത്രത്തോളം മെലിയാനാ? നീ കോടതി മുറിയിൽ നാണം കെടും. എല്ലാരും നിന്നെ നോക്കി ചിരിക്കും. ഇവള് പറയുന്നതൊന്നും കേട്ട് മോള് വിഷമിക്കണ്ട. ഇവളങ്ങനെ പലതും പറയും. അച്ഛനും ഗിരിയൊക്കെ വരട്ടെ, നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. ഇനി എന്ത് ചെയ്യാൻ? ഡിവോഴ്സിന് സമ്മതാണെന്ന് പറഞ്ഞ് ഇവളൊരു ഉറപ്പ് കൊടുത്താ ഈ നോട്ടീസ് പിൻവലിക്കാൻ ഞാൻ നീലിനോട് പറയാം. നിന്റെ റെക്കമെൻഡേഷൻ ഇതിനാവശ്യമില്ല. വേണ്ടെങ്കി വേണ്ട. ഇതുകൊണ്ടൊന്നും പഠിച്ചില്ലെങ്കിൽ അനുഭവിക്കുമ്പോ പഠിക്കും. നിന്നെ കുറിച്ച് ഓർത്താ സത്യം പറഞ്ഞ സങ്കടമുണ്ട്. പക്ഷെ എന്തേനാ, നീല് പറയുന്നല്ലേ ശരി. അതുകൊണ്ടാ ഞാൻ അവന്റെ കൂടെ നിൽക്കുന്നത്. പെട്ടിങ് കിടക്കൊക്കെ റെഡിയാക്കി വെച്ചോ. ഏതു നിമിഷവും നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്റെ മോള് ധൈര്യമായിട്ടിരിക്കും. അത്ര നിസ്സാരമായിട്ട് എടുക്കാവുന്ന പ്രശ്നമാണിതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലോകം മുഴുവൻ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആവേശത്തോടെ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് നീൽ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കമ്മീഷന്റെ ആ വിളിച്ചു വരുത്തലിന് പ്രസക്തിയുണ്ട്. ഹർജി എഴുതി തയ്യാറാക്കുമ്പോൾ വക്കീലിന് അറിയില്ലായിരുന്നോ ഇതിനിങ്ങനെയൊക്കെ ചില ദോഷങ്ങളുണ്ടെന്ന്? ഞാൻ കരുതിയോ താൻ ആ ഹർജി കൊണ്ട് പത്രക്കാർ കൊടുക്കുമെന്ന്? ഞാനല്ല അത് ചെയ്തത്. പിന്നെ ആരാ? തൻ്റെ വീട്ടിലെ മറ്റാരെങ്കിലും? അതുമല്ലെങ്കിൽ തൻ്റെ ഭാര്യ സമീപിച്ച വക്കീലോ? എന്തായാലും വനിതാ കമ്മീഷൻ സിറ്റിംഗ് തന്നെ സംബന്ധിച്ച് ഒരു വൻ പാരയാ. പത്രക്കാരുണ്ടാവും, കർശന ചോദ്യങ്ങളുണ്ടാവും. വക്കീൽ എൻ്റെ കൂടെ വരില്ലേ? വന്നതുകൊണ്ട് എന്താ പ്രയോജനം? കക്ഷിയെ വക്കീലിൻ്റെ സഹായമില്ലാതെ വിസ്തരിക്കണമെന്ന് കമ്മീഷൻ പറഞ്ഞാൽ അനുസരിച്ചല്ലേ പറ്റൂ. കോട്ടും തൂക്കി ഞാൻ കമ്മീഷൻ ഓഫീസിന് പുറത്ത് നിൽക്കേണ്ടി വരും.
ശ്ശേ. കുഴപ്പമായല്ലോ. ഇതിന്ന് എനിക്ക് മനസ്സിലായത് വേറൊന്ന്. ആ കുട്ടിയില്ലേ സ്വാതി, അവൾ നിരപരാധിയാ. അവളുടെ കൂടെ ഈശ്വരനുണ്ട്. അതുകൊണ്ടാ ഈ കേസ് നമ്മൾ വിചാരിക്കാത്ത ഡൈമെൻഷനിലേക്ക് തിരിഞ്ഞത്. ഇനിയും സമയം വൈകിട്ടില്ല. ഒന്നുകിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതുമല്ലെങ്കിൽ ഡിവോഴ്സ് വേണ്ടെന്ന് വെക്കൽ. ഈ 2 വഴികളിലൊന്നും തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബുദ്ധി. തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല വക്കീലെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കക്ഷികളെ ഓരോന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ച് കേസിൻ്റെ എണ്ണം കൂട്ടുന്ന വക്കീലല്ല ഞാൻ. അതുകൊണ്ടാണ് ഉപദേശിച്ചത്. ഇനിയെല്ലാം തൻ്റെ ഇഷ്ടം. നമുക്ക് കമ്മീഷനെ കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അത് മണ്ടത്തരവുമാണ്. കാരണം കമ്മീഷൻ ഉന്നയിച്ച പ്രശ്നം കോടതിയുടെ മുന്നിൽ വരും. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഡിവോഴ്സിന്റെ സമയത്ത് എന്തായാലും വരുമല്ലോ. അതപ്പോഴല്ലേ. അതുപോലെയല്ല നമ്മൾ പ്രതിയായി ചെല്ലുമ്പോൾ. താൻ ഏതായാലും സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കുക, എന്നിട്ട് എന്നെ വിളിക്കും. വിളിക്കാം. എന്നാ ശരി. എന്നില്ലേ, വലിയൊരു നാണക്കേടിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത് അല്ലേ എന്നില്ലേ? സ്വാതി ശരിക്കും തന്നെ രക്ഷിക്കായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യുമ്പോൾ തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? വേണ്ടേ? എടാ, ഇത്രയും നല്ലൊരാളെ വേണ്ടെന്ന് വെക്കുന്നത് തെറ്റാണ്. വക്കീൽ ഉപദേശിച്ചത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഏട്ടത്തിയെ ഉപേക്ഷിക്കാതിരുന്നൂടെ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞങ്ങളൊന്നും ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. നീ കൊച്ചുകുട്ടിയൊന്നുമല്ല കാര്യങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ. അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇന്ന് ഈ വീട് ഒരു മരണവീട് പോലെ ആയെന്നെ. ശരിയല്ലേ? സിനിമ സ്വപ്നം കാണുന്ന നിനക്ക് എന്നേക്കുമായിട്ട് ആ ലോകം നഷ്ടപ്പെടുമായിരുന്നു. കമ്മീഷന് മുമ്പിൽ സ്വാതി എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. അവളത് ചെയ്തില്ല. എടാ, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാ ഏട്ടത്തിയമ്മ അങ്ങനെ ചെയ്യാതിരുന്നത്. നീ ശരിക്കൊന്ന് ആലോചിക്ക്. ഏതായാലും ഇവിടം വരെ എത്തി. ഇനി ഏടത്തിയമ്മ തന്നെ മതി നീലേ ഈ വീട്ടിൽ നിന്റെ ഭാര്യയായിട്ട്. ഞാനടക്കം പറഞ്ഞതാ കമ്മീഷന്റെ മുമ്പിൽ സത്യം സത്യം പോലെ പറയണമെന്ന്. എന്നിട്ടും സ്വാതിയാപ്പി അത് ചെയ്തില്ല. മോൻ നാണം കിടരുതെന്ന് മോക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. ആ മനസ്സിന്റെ വലിപ്പം മോൻ തിരിച്ചറിയണം. നിന്റെ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോയിരിക്കുക. നിന്റെ മനസ്സൊന്ന് മാറിക്കാണാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. എടാ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരാൾ എങ്ങനെ പെരുമാറുന്നു അത് വെച്ചല്ലേ നമ്മളവരെ മനസ്സിലാക്കേണ്ടത്. സ്വാതിക്ക് വേണമെങ്കിൽ നിന്റെ പൂട്ടായിരുന്നു. അവളത് ചെയ്തില്ല, ചെയ്യില്ല. അതാണ് സംസ്കാരം. താലി കെട്ടിയ ഭർത്താവിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാം. അങ്ങനെ ഒരു മനസ്സുള്ള പെണ്ണിനെ അല്ലേടാ ഭാര്യയായിട്ട് കിട്ടാൻ ഏതൊരു പുരുഷനും ആഗ്രഹിക്കേണ്ടത്. മോനെ, നടന്നത് മുഴുവൻ നീ പറക്കണം. അവളെ നിന്റെ ഭാര്യയായിട്ട് നീ അംഗീകരിക്കണം. അങ്ങനെ ഒരു തീരുമാനം, അതും കാത്തിരിക്കാൻ ഞങ്ങളെല്ലാവരും. നിന്റെ ഒറ്റ ആളുടെ തീരുമാനം ഈ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറ്റും. ചിന്തിക്കുക, അപ്പൊ മനസ്സിലാവും ഞങ്ങൾ പറഞ്ഞത് ശരിയെന്ന്. ഞാൻ കെട്ടുന്നത് മനക്കോട്ടയല്ല. ഒരു കൊല്ലത്തിനുള്ളിൽ മരിക്കൂന്ന് എല്ലാവരും പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ സംഭവിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു.